ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം നമ്മളൊരു വർക്ക് നല്ല വൃത്തിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ പേയ്മെൻറ്റ് തരാതെ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മളിട്ട് വലിപ്പിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡിലുള്ള ആളുകൾക്കറിയാം, ഇത്തരം അനുഭവങ്ങൾ അവർക്കും ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് നോർമലാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക, നിങ്ങൾക്കിതുപോലെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ വർക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. വർക്കിന് ശേഷവും നമ്മൾ നല്ല സർവീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ചില ആളുകൾ നമുക്ക് പേയ്മെൻറ്റ് തരാൻ ഇത്തിരി മടിയുള്ള ആളുകളാണ്, വെറുതെ വലിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ ഒന്നുമില്ല, കേരളത്തിൽ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് എന്നെനിക്കൊരു ആത്മധൈര്യം കൂടെ കിട്ടും നിങ്ങളും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരം ആളുകളുടെ ഇനി ഫ്യൂച്ചർ വീഡിയോകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ ചെയ്യേണ്ടി വന്നു. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ, ഓരോരുത്തരുടെ അവസ്ഥയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.